പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ഷെയർ ചെയ്യാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു അവസരമൊരുക്കി, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂമിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ എൻ്റെ ഗ്രീറ്റിംഗ്സ് നൽകുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്. അപ്പം ഇംഗ്ലീഷാണ് ഞാൻ കൂടുതലും ഇംഗ്ലീഷ് ബൈബിളാണ് വായിക്കുന്നത്. മലയാളം കേട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. എന്നാലും മമ്മി വീട്ടിലെന്നെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചത് കൊണ്ട് ചെറുപ്പത്തിൽ അപ്പം കുറച്ച് വായിക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിലാണ് എൻ്റെ മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ റാണിയെ പരിചയപ്പെട്ടത് നവംബർ 2024 എൻ്റെ ഒരു ഫ്രണ്ട് പാസ്റ്റർ റാണിയുടെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. ആ മെസ്സേജിന്റെ ടൈറ്റിലായിരുന്നു സഹോദരിമാർ ഉറച്ചു നിൽക്കണം. ആ മെസ്സേജ് എന്നെ വളരെ ധൈര്യപ്പെടുത്തി. അപ്പൊ അന്ന് തൊട്ട് ഞാൻ പാസ്റ്റർ റാണിയുടെ മെസ്സേജസ് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ ടൈം അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് പലപ്പോഴും ലൈവിലൊന്നും ഞാൻ കയറുന്നില്ല. ഇപ്പോൾ തന്നെ ഈ വീക്കെൻഡിൽ സമയം മാറ്റി എന്നെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ US-ലുള്ളവർക്കും ഉള്ളവർക്കൊക്കെ ഈ മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ഓർഡൈൻ മിനിസ്റ്ററാണ് ഞാൻ. ഞങ്ങള് കുടുംബമായി ഞങ്ങള് ഇവിടെ സാൻ അന്റോണിയോ ടെക്സസ് ഈ സ്ഥലത്ത് ഒരു അമേരിക്കൻ ചർച്ചിൽ ഞങ്ങൾ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സെർവ് ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് 3 മക്കളെ നൽകി, 3 ആൺമക്കളെ നൽകി. അവർ 3 പേരും വിവാഹിതരാണ്. ഞങ്ങൾക്ക് 2 കൊച്ചുമക്കളെ തന്നു. അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം കൊച്ചുമക്കളുടെ വളർച്ചയൊക്കെ കണ്ട് അവരെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്ത വ്യക്തിയാണ്. ഏകദേശം 40 വർഷം നേഴ്സിംഗുമായിട്ടുള്ള ബന്ധം ഈ വർഷം ജാനുവരിയിൽ അത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ റിട്ടയർമെന്റോടുകൂടി ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ചർച്ചിലെ ലേഡീസ് മീറ്റിംഗിന്റെ ലീഡർഷിപ്പ് ഞാൻ വഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് എൻ്റെ മെസ്സേജിന്റെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ അത് ഞാനത് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അടിയൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ എന്ന് പറയുന്ന വചനം അത് കേൾക്കുന്നവർക്ക് അത് ആത്മീയ വർധനത്തിന് കാരണമായി തീരണമേ. പറയേണ്ടത് മാത്രം പറയാൻ അടിയനെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുമ്പോഴേ സിസ്റ്റർ, പാസ്റ്റർ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണോ? ഇടയ്ക്ക് ഏതെങ്കിലും വാക്ക്? ഞാൻ ഇടയ്ക്കുന്നത് മലയാളം കൂടെ ആക്കി പറയാം. അപ്പൊ ഇന്ന് ഞാൻ മലയാളത്തിൽ ആ വാക്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് അതും വായിക്കാം. അപ്പം ഇന്ന് പക്ഷെ എൻ്റെ മെസ്സേജിന്റെ ടെക്സ്റ്റ് 2 Peter chapter 1 verse 3 to 11. 2 Peter chapter 1 verse 3 to 11. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 2 Peter chapter 1 verse 3 to 11. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടൻ അത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ
കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. Hallelujah. Thank you. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. So, as the name says, Apostle Peter is writing the second epistle to the believers in Asia Minor, which is today's modern day Turkey. പേര് പറയുന്നത് പോലെ തന്നെ ഈ ലേഖനം എഴുതുന്നത് അപ്പോസ്തലനായ പത്രോസാണ്. ഷിമോൻ പത്രോസ് എന്ന് നമ്മൾ അറിയുന്നു. ഷിമോൻ ഒറിജിനൽ പേരായിരുന്നു, പത്രോസ് കർത്താവ് കൊടുത്ത ഒരു പേരായിരുന്നു. അപ്പോൾ ഇത് AD 66 തൊട്ട് 67 ആ കാലഘട്ടത്തിൽ, ആ സമയത്തിലാണ് പത്രോസ് ഈ രണ്ടാം ലേഖനം ഏഷ്യ മൈനറിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കത്ത്. ആദ്യത്തെ കത്ത് കിട്ടിയ അതേ ഓഡിയൻസിന് തന്നെയാണ് ഈ രണ്ടാമത്തെ കത്ത് എഴുതുന്നത്. അപ്പോൾ ഈ സമയം AD 66 to 67 ഈ എഴുതുന്ന സമയം അത് പത്രോസ് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എഴുതുന്ന ഒരു രണ്ടാമത്തെ എഴുത്താണ്. AD 66 to 67 ആ സമയത്ത് അതിനുശേഷമാണ് എംപറർ നീറോ റോമിൽ വെച്ച് പത്രോസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ലാസ്റ്റ് സെർമനാണ് പത്രോസിൻ്റെത്. അപ്പം ഹി ബിഗിൻസ് ബൈ സേയിങ് ജീസസ് ഈസ് അവർ ഗോഡ് ആൻഡ് സേവിയർ. മെനി ഇൻ പീറ്റേഴ്സ് ഡേ ഡിനൈഡ് ദിസ് ക്ലെയിം. പീറ്റർ വാണ്ട്സ് ടു പ്രീച്ച് ദിസ് വൺ ലാസ്റ്റ് സെർമൻ ബിഫോർ ഹി ഡൈസ്. പത്രോസിന്റെ സമയത്ത് പലരും ഈ ക്ലെയിം ആദ്യമേ പത്രോസ് പറയുന്ന ഒരു ക്ലെയിം ആണ്, ജീസസ് ഈസ് അവർ ഗോഡ് ആൻഡ് സേവിയർ. അന്ന് പലരും അത് വിശ്വസിച്ചിരുന്നില്ല. ബട്ട് പീറ്റർ ഇസ് മേക്കിംഗ് ദാറ്റ് സ്ട്രോങ് ക്ലെയിം. ഇത് മരിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ലാസ്റ്റ് സെർമൻ ആണ്. എന്തുകൊണ്ടാണ് പത്രോസ് ഇത് എഴുതുന്നത്? അപ്പൊ ഇതിന്റെ ഈ ചാപ്റ്റർ 1, 2 പീറ്റർ ചാപ്റ്റർ 1 നാം കാണുന്നത് അത് ഈ പറയുന്നത് ദ പ്രിവിലേജ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് നോയിങ് ഗോഡ് and responsibility and progressive character of Christian growth. ഞാൻ എൻ്റെ 2 കൊച്ചുമക്കളെ പറ്റി പറഞ്ഞല്ലോ. അവര് മൂത്ത കൊച്ചുമോന് ഇപ്പൊ 22 മാസം, രണ്ടാമത്തെ കൊച്ചുമോന് 5ാമത്തെ മാസം. അപ്പൊ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞങ്ങളുടെ മോനും മരുമകളും അവരിവിടുന്ന് 10-30 മിനിറ്റ് ദൂരത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ എപ്പോഴും ഈ കൊച്ചുമക്കളുടെ വളർച്ച അതിങ്ങനെ വീഡിയോയിൽ ഞങ്ങൾക്ക് എപ്പോഴും ഇട്ട് തരും. ഇപ്പം പ്രത്യേകിച്ച് മൂത്തവൻ ഇപ്പം 2 വയസ്സാകാൻ പോകുന്നു. അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നു, ഡിഷ് വാഷർ ഓൺ ആക്കുന്നു, അവന് ടേബിളെ കയറുന്നു, കസേര കയറുന്നു, എല്ലാം അവനിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ രണ്ടാമത്തെ ആള് മൂത്ത ആളെ കണ്ടുകൊണ്ട് പുള്ളിയും ഇങ്ങനെ പെട്ടെന്ന് വളരുവാണ്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ അവനെ റോൾ ഓവർ ചെയ്തു. പിന്നെ അവനിങ്ങനെ മുട്ടയിലെഴയുന്നു. അവനിപ്പം ദാണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നു. എണ്ണിച്ചിരിക്കാനുള്ളത് അതിന്റെ ശ്രമം, ഇതെല്ലാം കണ്ട് ഞങ്ങൾ വളരെ സന്തോഷിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മെസ്സേജിന്റെ ടൈറ്റിൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പൊ നമ്മുടെ ഫിസിക്കലി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. അപ്പൊ പിതാവായ ദൈവം രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വീണ്ടും ജനിച്ചതിന് ശേഷം നാം ഓരോരുത്തർക്കും ഒരു ആത്മീയ വളർച്ച സംഭവിക്കുന്നോ ഇല്ലയോ എന്ന് ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വചനം എന്നോട് ഇടപെട്ടു. ഞാൻ ഒരു മിഡിൽ സ്കൂളിലായിരുന്ന സമയത്താണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായിത്തീരുന്നത്. പക്ഷെ ഞാൻ ഇത്രയും വർഷം ഞാൻ പെന്തിക്കോസുകാരിയായിട്ട് സഭയിൽ പോകുന്നു. എന്നാൽ തന്നെയും ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുന്നു, ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുന്നു. എന്നാലൊക്കെയും പല ദിവസവും ഒരു ഡിഫീറ്റഡ് ക്രിസ്ത്യനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്വഭാവത്തിലുള്ളതായ ചില കുറവുകൾ മൂലം എനിക്ക് തന്നെ ഞാൻ വെറുതെയല്ല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവമേ, നീ തന്ന ടെസ്റ്റിൽ ഞാൻ പിന്നെയും തോറ്റുപോയല്ലോ, എനിക്ക് വളരാൻ കഴിയുന്നില്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ പലപ്പോഴും മിനിസ്ട്രി ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ അതുകൊണ്ട് കഴിയുന്നില്ല. പലപ്പോഴും ജഡപ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആവുന്നില്ല, വേണ്ട പോലെ ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല. അങ്ങനെയാണ് അന്നേരമാണ് ഈ വചനം എന്നോട് ഇടപെട്ടത്. അപ്പോൾ ഈ സെക്കൻഡ് പീറ്റർ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഇൻഫാക്ട് ഈ ചെറിയൊരു ബുക്കാ, ഇതിൽ ചെറിയൊരു എഴുത്ത്, അതിൽ 3 ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ പർപ്പസ്? ടു എൻകറേജ് ബിലീവേഴ്സ് ടു ഡെലിജന്റ്ലി പെർസ്യൂ ഗോഡ്ലി ക്യാരക്ടർ ആൻഡ് ട്രൂ നോളജ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് എക്സ്പോസ് ആൻഡ് ഡിനൗൺസ് ഡേഞ്ചറസ്ലി ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ഓഫ് ഫോൾസ് പ്രോഫിറ്റ്സ് ആൻഡ് ഫോൾസ് ടീച്ചേഴ്സ് among the churches in Asia Minor who are undermining ഒറിജിനൽ ട്രൂത്ത് ഓഫ് ക്രൈസ്റ്റ് മെസ്സേജ്. അപ്പോൾ പത്രോസ് ഈ ലേഖനത്തിൽ കൂടെ നമ്മളെ
പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? Pursue the godly character and true knowledge of Christ. കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നാം തീരുവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണ് പത്രോസ് ഈ ലേഖനത്തിൽ കൂടെ. രണ്ടാമത്, എക്സ്പോസ് ആൻഡ് ഡിനൗൺസ് ഡേഞ്ചറസ്ലി ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ഓഫ് ഫോൾസ് പ്രോഫറ്റ്സ് ആൻഡ് ഫോൾസ് ടീച്ചർ. നാം ഇന്നും പാസ്റ്റർ റാണി ഇത് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ബോൾഡ്നെസ് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കള്ളപ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സമയമാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരെ എക്സ്പോസ് ചെയ്യുക, ഡിനൗൺസ് ചെയ്യുക, അതാണ് പത്രോസ് ഈ ലേഖനത്തിൽ കൂടെ നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പീറ്റർ സമ്മറൈസസ് ഹിസ് പർപ്പസ് ഇൻ ചാപ്റ്റർ 3, 17-18. Peter is challenging true believers to be on their guard so that they may not be carried away with the error of lawless people, to grow in the grace and knowledge of Lord and Savior Jesus Christ. അപ്പൊ ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ, അവരെ ലോലെസ് പീപ്പിൾ എന്നാണ് പത്രോസ് അഡ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരുടെ ഓരോ ഉപദേശങ്ങൾ കേട്ട് നമ്മൾ അതിൽ ഒഴുകി പോകാതെ ഇരിക്കാൻ, നമ്മളെ വാൺ ചെയ്യുവാണ്, അത് നമ്മളെ തന്നെ ഗാർഡ് ചെയ്യാനായിട്ട് പത്രോസ് അത് നമ്മളെ അവിടെ ഓർപ്പിക്കുന്നു. പിന്നെ ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് നോളേജ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ആ കൃപയിലും ആ ജ്ഞാനത്തിൽ വളർന്നു വരാനായിട്ട് നമ്മളെ പത്രോസ് പ്രേരിപ്പിക്കുന്നു. This short letter instructs believers to develop and show godly character resulting from true knowledge of God, which comes through personal relationship with Jesus. നാം ഈ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുന്ന എപ്പോഴാണ്? കർത്താവിന്റെ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ, കർത്താവുമായിട്ടുള്ള അഭ്യർത്ഥ ബന്ധത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ആണ് നമുക്ക് കർത്താവിന്റെ ദിവ്യ സ്വഭാവമായിട്ട് ചേരാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിന്റെ എംഫസിസ് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ഗ്രോത്ത്. നാം ആത്മീയമായി വളരുന്നുണ്ടോ? അതാണ് നമ്മളെ തന്നെ നമ്മൾ ഒന്ന് ശോധന ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഹാവിംഗ് ബിഗൺ ബൈ ഫെയ്ത്ത്, ക്രിസ്ത്യൻസ് മസ്റ്റ് diligently pursue moral excellence, godly knowledge, self-control, perseverance, godliness, brotherly kindness, and selfless love. വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം കൊണ്ടാണ് നമ്മൾ രക്ഷയിലേക്ക് വന്നത്. പക്ഷെ അതിനുശേഷം അതിനോട് കൂടെ ആഡ് ചെയ്യേണ്ട 7 കാര്യങ്ങളാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ദ എയിം ഈസ് ദാറ്റ് ദേ വുഡ് മെച്യൂർ ഇൻ ദിയർ ഫെയ്ത്ത്. നാം വിശ്വാസത്തിൽ മെച്യൂർ ആകണം. പലപ്പോഴും ഞാനിങ്ങനെ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ, ഞാൻ മെച്യൂർ ആവുന്ന ഒരു മെച്യൂർ ക്രിസ്ത്യൻ ആണോ ഞാൻ? ഇതെപ്പോഴും ഞാൻ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നാം കർത്താവിന്റെ ആ നോളേജ് വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മിനിസ്ട്രി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പാസ്റ്റർ റാണിയെ ശ്രദ്ധിക്കും. ഓരോ വചനം വായിക്കുകയും അതിന്റെ ഈ പൊരുളുകൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കുക, എങ്ങനെ പാസ്റ്റർ റാണിക്ക് ഇത്രയും ആഴമായ ആ മീനിങ് ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് എപ്പോഴും ആ വാക്യം ഞാൻ പാസ്റ്റർ റാണി പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഓർക്കും. ബട്ട് ദൈവത്തോട് കൂടെ ഇരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെതായ ആ മിസ്റ്ററീസ് ദൈവം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഞാനിപ്പോഴും ഓർക്കും, വളരെ ത്യാഗം ചെയ്താണ് ഈ മിനിസ്ട്രി ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ മകന്റെ ബർത്ത്ഡേക്ക് ഒരു സെലിബ്രേഷന് പോകേണ്ടതും മാറ്റിവെച്ചു. ഞാനായിരുന്നേ പോയാനെ. പക്ഷെ ആ ത്യാഗം ചെയ്തുള്ള ഒരു മിനിസ്ട്രി ഞാനത് വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പല മിനിസ്റ്റേഴ്സിനെയും ഡിസൈപ്പിൾസിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വളരെ ഡെയിലി ഇത്രയും ദൈവമക്കളെ ഡിസൈപ്പിൾ ചെയ്യുന്ന, വളരെ ത്യാഗത്തോടുകൂടി ഡിസൈപ്പിൾ ചെയ്യുന്ന ഒരു ദേവദാസിയെ ഒരു പാസ്റ്ററിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ഈ മിനിസ്ട്രി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വാക്യം 2 Peter chapter 1 verse 3, His divine power has granted us all things that pertain to life and godliness. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. Jesus has leveraged his divine power to give us everything we need to live a godly life, and godly life comes through knowing Jesus. Hallelujah. സങ്കീർത്തനം 46, Be still and know I am God. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ സ്റ്റില്ലായിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിക്കാനാണ്. ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗോഡ്. ആ നോളേജ് പ്രാപിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മൾക്ക് തന്നിട്ടുണ്ട്.
ഒരു വിശുദ്ധ ജീവിതം ദൈവഭക്തിയോടുകൂടിയോ ദൈവജ്ഞാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്ക് ആ അത്യന്ത ശക്തി നൽകിയിട്ടുണ്ട്. The love of our Heavenly Father, salvation through Jesus, Christ's intercession for us in heaven, inner presence of and baptism in Holy Spirit, companionship of other Christians, and God's inspired word are sufficient to meet all our needs for life and godly character development. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുവിന്റെ രക്ഷ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള കർത്താവ് ചെയ്യുന്ന ആ ഇന്റർസെഷൻ, ആ പക്ഷവാദം, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിനാലുള്ള ആ സ്നാനം, ദൈവമക്കളോടുള്ള കൂട്ടായ്മ, ദൈവത്തിന്റെ വചനം, ഇതെല്ലാം തന്നെ മതി നമുക്ക് ഒരു ആത്മീയ ജീവിതം, ഒരു ദൈവഭക്തിയോടുകൂടിയുള്ള ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ദൈവഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം തന്നിരിക്കുകയാണ്. No additional human wisdom or theory is needed to supplement or complete message of God's word that reveals his perfect plan of salvation through Jesus Christ. John chapter 14 verse 6 പറയുന്നു, Jesus Christ is alone the way, the truth and life. യേശു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പത്രോസിന്റെ കാലഘട്ടത്തിൽ ആ സമയത്ത് ഒരു ഫോൾസ് ടീച്ചിങ് അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു നോസ്റ്റിസിസം. Those who held this belief argued that complete salvation was achieved through release from body. It came not by faith in Christ, but through a secret knowledge of some sort. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഒരു ഫോൾസ് ടീച്ചിങ് എന്തായിരുന്നു? നോസ്റ്റിസിസം എന്ന് പറഞ്ഞൊരു ടീച്ചിങ് ഉണ്ടായിരുന്നു. ആ ടീച്ചിങ് പ്രകാരം അവർ പറഞ്ഞു, ഈ രക്ഷയൊന്നും കർത്താവായ യേശുവിലുള്ള വിശ്വാസം മൂലമല്ല, ഒരു സീക്രട്ട് നോളജ് കൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. So this led to sexual promiscuity and other physical indulgence because they believed it did not matter what they did with their physical body. As long as they had right belief, they felt that their physical action did not affect them. നമ്മൾ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആസ് ലോങ് ആസ് നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കത്തില്ലെന്നും പറഞ്ഞൊരു പഠിപ്പീര് ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ പീറ്റർ ഈസ് പ്രസന്റിംഗ് എ ഹാർഡ് ആൻഡ് തറോ ചാലഞ്ച് against this type of thinking. പത്രോസ് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറയുവാണ്, he makes it clear no other special knowledge is needed for true spiritual salvation. അപ്പൊ പത്രോസിന്റെ ക്ലെയിം യേശു ക്രിസ്തുവിൽ അല്ലാതെ രക്ഷ മറ്റൊന്നിലും ഇല്ലെന്നുള്ളത് ആ പോയിന്റ് ആണ് പത്രോസ് പ്രൂവ് ചെയ്യുന്നത്. 4ാമത്തെ വാക്യം, by which he has granted to us his precious and very great promises, so that through them you may become partakers of divine nature, having escaped from the corruption that is in the world because of sinful desire. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Hallelujah. Praise the Lord. Simply knowing the fact that Jesus is God and Savior is not sufficient, but we must participate in God's divine nature, meaning we must share, commune, and be filled with moral virtue or righteousness of God. കർത്താവ് ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ് എന്നുള്ള അറിവ് മാത്രം പോരാ, നാം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരണം. Hallelujah. He says, participation in divine nature is actually God making good on his promises. Peter does not explain what the promises are, but he does explain what they do. ഈ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ പങ്കാളിയാകുന്ന എങ്ങനെ? ദൈവം വചനത്തിൽ തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊണ്ടാണ് നാം ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്നത്. ഈ പ്രോമിസസ് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തുന്നില്ല, പക്ഷേ ഈ പ്രോമിസസ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? God's promise is join us to his perfect divine nature and we escape
മോറൽ കറപ്ഷൻ. ഈ ദൈവത്തിന്റെ വചനത്തിലുള്ള ഓരോ വാഗ്ദാനങ്ങളെ നാം മുറുകെ പിടിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾ നമുക്ക് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തോടെ ജോയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും. By his divine power we begin to share in his moral perfection. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മൾ വരുമ്പോൾ ആ കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവത്തോടെ ജോയിൻ ചെയ്യുവാൻ, ആ മോറൽ പെർഫെക്ഷനിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. In Jesus we escape moral corruption, but by his divine power we share in moral perfection. ഹല്ലേലൂയ. നാം ഈ മോറൽ കറപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ജേർണിയാണ്. സോ ദിസ് എസ്കേപ്പ് ഫ്രം മോറൽ കറപ്ഷൻ ഈസ് എ ഇവന്റ് ആൻഡ് എ ജേർണി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു നിമിഷം കൊണ്ടാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്? ഞാൻ പാപിയാണെന്ന് ഞാനത് ആദ്യമേ സമ്മതിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ യേശുവിലുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. യേശു തന്നെ ദൈവപുത്രൻ ലോകത്തിൽ വന്ന് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാൻ കർത്താവ് തരുന്ന ആ നിത്യജീവൻ ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെ തുടർന്ന് ദൈവമക്കൾ ചെയ്യേണ്ട വേറെ കാര്യമുണ്ട്. ഈ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ ആഡ് ചെയ്യണം. Those who know Jesus as God and Savior are always growing. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. Good news that Peter share is that Jesus saves us to participate in the divine moral perfection and live like him on the earth. കർത്താവ് നമ്മളെ എന്തിനാണ് രക്ഷിച്ചത്? കർത്താവിന് ദിവ്യ സ്വഭാവത്തോടുകൂടി നമ്മൾ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ, ദൈവത്തെ പോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന്റെ സ്തോത്രം. Those who participate in divine will experience increasing confidence in their salvation and increasing godliness in their life. Hallelujah. Praise the Lord. പലപ്പോഴും നാം ഒരു ഡിഫീറ്റഡ് ക്രിസ്ത്യനെ പോലെ തോന്നുന്നത് എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള എൻ്റെ ഒരു കസിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, എലിക്കുട്ടി എന്നാ പേര്. ഞാൻ ഈ അമ്മാമ വലിയ പഠിത്തമൊന്നും ഉള്ള ആളല്ല, പക്ഷെ പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു വിശ്വാസിയാ, പെന്തിക്കോസ്തുകാരത്തിയാണ്. അപ്പോൾ ഈ കസിനോട് ഞാൻ ചോദിച്ചു, അമ്മാമ എന്തുകൊണ്ട് വിശേഷം? കർത്താവ് വരാൻ സമയമായി, ഇന്ന് കർത്താവ് വന്നാൽ പോവോ? ഞാൻ പോകത്തില്ലടി, ഞാൻ തീർത്തും പറയാം, ഞാൻ പോകത്തില്ലടി. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വായിന്ന് വന്ന വർത്തമാനം, ഞാൻ പോകത്തില്ലടി. കാരണം പലർക്കും അവരുടെ സ്വഭാവ ദൂഷ്യം മൂലം പുള്ളിക്കാരത്തിക്ക് സഹോദരിയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, മക്കളോട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഭർത്താവിനോട് കോൺഫ്ലിക്റ്റ് ഉണ്ട്, പലതും എന്നോട് പലപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് മൂലം പലപ്പോഴും ശാത്താൻ നമ്മളെ ഇങ്ങനെ, നീ കൊള്ളാത്തവളാ, നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല, നീ നരകത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ അടിച്ചമർത്തിയിടുന്ന ഒരു സിറ്റുവേഷൻ നാം എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്നു. We see that participation in Jesus' divine nature both saves us from moral corruption, saves us to make moral progress as we live, and saves us to live forever. അപ്പൊ ഇങ്ങനെയാണ് ഈ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായി നമുക്ക് തീരാൻ കഴിയുന്നത്. Our participation in God's very nature is another description of new birth, that is being spiritually born again, by which we receive God's life and spiritual salvation. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ട ആവശ്യം, നാം വീണ്ടും ജനിക്കുമ്പോഴാണ് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ ആ സ്പിരിച്വൽ സാൽവേഷൻ നമ്മളിലേക്ക് വരുവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. We have privilege of sharing in God's nature, so we can fulfill the responsibility of conforming to this character and standard of holiness. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു. My soul is getting born again. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഈ മൺമയമായ ശരീരത്തിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടും ജനനം വന്നിട്ടില്ല. അപ്പോൾ ജഡത്തോട് എപ്പോഴും നമുക്കൊരു
ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഈ ഈ ജഡത്തോട് ഫൈറ്റ് ചെയ്താണ് ഓരോ ദിവസവും നാം വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. പലരും അത് മറന്നു പോകുന്നു. ഞാനിപ്പം ഇന്ന് ഒരു പാപം ചെയ്തുകൊണ്ട് ഞാൻ നരകത്തിൽ പോകത്തില്ല. പക്ഷെ ദൈവസന്നിധിയിൽ ചെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കർത്താവേ, ഞാൻ കുറവുള്ളവളാണല്ലോ കർത്താവേ, ഞാൻ എൻ്റെ വാക്കിൽ എനിക്ക് തെറ്റ് വന്നുപോയി, പെരുമാറ്റത്തിൽ ചിന്തകളിലെല്ലാം തെറ്റ് വന്നുപോയി, പാപം വന്നുപോയി, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ. ഇങ്ങനെ ഞാൻ യഥാർത്ഥമായ എൻ്റെ ഞാൻ വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആ എക്സ്ചേഞ്ച് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എൻ്റെ ഭാരങ്ങളെ ദൈവം എടുത്ത് ദൈവത്തിന്റെ ദിവ്യ സമാധാനം എന്നിലേക്ക് കർത്താവ് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കിതൊരു പദവി ദൈവം തന്നേക്കുവാണ്. കർത്താവിന്റെ നേച്ചറുമായിട്ട് ജോയിൻ ചെയ്യാന് കർത്താവിന്റെ ക്യാരക്ടർ, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ഹോളിനെസ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ദൈവം ഒരു പദവി തന്നിട്ടുണ്ട്. അതിന് പല വാക്യങ്ങളുണ്ട്, എടുത്തു പറയാൻ സമയമില്ല. 1 Corinthians chapter 6 19-20, Ephesians 4:24. അത് നിങ്ങൾ സമയമുള്ളപ്പോൾ എടുത്ത് വായിച്ചു. അപ്പം 5 തൊട്ട് 7 വരെയുള്ള വാക്യം. For this very reason make every effort to supplement your faith with virtue, virtue with knowledge, knowledge with self-control, self-control with steadfastness, steadfastness with godliness, godliness with brotherly affection, brotherly affection with love. Hallelujah. For this reason, what reason? Reason of God's precious promises. ഈ പ്രോമിസസ് കാരണം diligently, ന്യൂ കിങ് ജെയിംസ് വെർഷൻ പറയുന്നത്, for this reason giving all diligence. ESV പറയുന്നത് make every effort to supplement your faith with virtue and virtue with knowledge. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട്, ഈ വീര്യം എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ മോറൽ എക്സലൻസ്, അതാണ് എൻ്റെ അർത്ഥം. വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിജയവും, സെൽഫ് കൺട്രോൾ, ഇന്ദ്രിജയത്തോടെ സ്ഥിരതയും, പേഷ്യൻസ്, സ്ഥിരതയോടെ ഭക്തിയും, ഗോഡ്ലിനെസ്, ഭക്തിയോടെ സഹോദരപ്രീതിയും, ബ്രദർലി അഫെക്ഷൻ, സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. So Peter is listing 7 positive character traits that Christian must develop in order to be spiritually victorious, effective and productive in serving God. Hallelujah. 7 കാര്യം നമ്മുടെ വിശ്വാസത്തോടുകൂടി നമ്മൾ ഇനി ആഡ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കലി ഒന്നും നമ്മുടെ ബോഡിയിലോട്ട് ഡൗൺലോഡ് ചെയ്യുമല്ല. ഇത് നാം ഉത്സാഹിക്കണം. നമ്മൾ ഇതിനു വേണ്ടി ഒരു ത്യാഗപൂർവം നാം ഈ ക്യാരക്ടർ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ നാം പരിശ്രമിക്കണം. അന്നേ കാലത്ത് ഫോൾസ് ടീച്ചേഴ്സ് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ സ്പെഷ്യൽ നോളജ് പ്രകാരം ഈ സെൽഫ് കൺട്രോൾ ഒന്നും ആവശ്യമില്ല. പക്ഷെ പത്രോസ് പറയാ, പീറ്റർ മേക്സ് ഇറ്റ് ക്ലിയർ, Christians are to develop these traits. The phrase make every effort clearly explains that believers must be actively involved in their personal Christian growth. Hallelujah. ദൈവത്തിന് സ്തോത്രം. Those who become Christians should make it their goal to develop in their faith the list of 7 qualities. Hallelujah. Godly characteristics do not automatically grow without our dependence on God and diligent effort to develop them. Hallelujah. ഈ സ്വഭാവങ്ങളൊക്കെ നാം ഇതിനു വേണ്ടി ഇത് ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദാനങ്ങളെ തന്നിട്ടുണ്ട്. ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് നമുക്ക് കൂട്ടാളികളായി തീരണം. പലരും വിചാരിക്കുന്ന, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് ടിക്കറ്റ് കിട്ടി, പാസ്പോർട്ട് കിട്ടി, ഞാൻ അങ്ങ് എത്തും, പിന്നെ തോന്നുന്ന പോലെ ജീവിച്ചാൽ. നോ. ഈ ദിവ്യ സ്വഭാവം, കർത്താവ് നമ്മളെ രക്ഷിച്ചതുകൊണ്ടാണ് ഈ ദിവ്യ സ്വഭാവം നമ്മളിൽ വരേണ്ടത്. നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല. രക്ഷയുടെ അനുഭവം വന്നതിന് ശേഷം ഈ ദിവ്യ സ്വഭാവം നാം വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഈ 7 ക്വാളിറ്റി ഞാൻ നോക്കിയപ്പം ആദ്യമേ ഈ മോറൽ എക്സലൻസ്, എനിക്കതിൽ ഒരു പ്രയാസവും ഇല്ല. ഞാൻ വളരുന്ന സമയത്ത്, എന്നെ പ്രായത്തിലെ ടീനേജ് ആയിരുന്ന സമയത്തൊക്കെ ഒരു ദുഷ്പേരുണ്ടാക്കരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. ഞാൻ ഒരു ചെറുക്കനെ കണ്ടാൽ ഒരു മോഹം തോന്നിയാൽ പെട്ടെന്ന് അത് ഞൊടിയിലത് ഞാൻ പറിച്ചു കളയുമായിരുന്നു. കാരണം ഞാൻ ബോംബെയിൽ അന്ന് ജീവിക്കുന്ന സമയം ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാ. നാം ഒരു ദുഷ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ, ചീത്തപ്പേര് സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരു കല്യാണ ആലോചന പോലും വരത്തില്ലെന്ന് എനിക്കറിയായിരുന്നു.
അപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. ഒരു കുഴപ്പമില്ല. അതുപോട്ടെ, ഇവിടെ വന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ ഒന്നും പോയി പഠിക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ബൈബിളിന്റെ നോളജ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പം ഞാൻ അതിനുവേണ്ടി സാക്രിഫിഷ്യലി, എനിക്ക് മനസ്സിലായി ജോലി കഴിഞ്ഞ് വന്നിരുന്ന് ഞാൻ കുറെ നേരം TV കാണും, പിന്നെ ഞാനൊരു സിനിമ കാണും, പിന്നെ കുക്കിംഗ് ചെയ്ത്, പിന്നെ 10 മണിക്ക് ടയർഡായിട്ട് ബെഡിൽ പോയി. എനിക്ക് സമയമില്ല. അപ്പൊ ഞാൻ ഒരു കോഴ്സ്, ഈ ഓർഡിനേഷന് വേണ്ടിയുള്ള ഒരു കോഴ്സ് തന്നെ എനിക്ക് ഒരു 15 ദിവസം കൊണ്ട് ചെയ്യേണ്ട കോഴ്സ് 6 മാസം എടുക്കും. ഒരു വർഷത്തിൽ 2 കോഴ്സൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷെ 2017 ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പോരാ, ഞാൻ TV എല്ലാം എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വളരെ സാക്രിഫിഷ്യലി ഞാൻ സർട്ടിഫൈഡ് മിനിസ്റ്റർ ആകാനുള്ള ക്ലാസ്സസ് ചെയ്തു, അതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തു, ലൈസൻസ് മിനിസ്റ്റർ ആവാനുള്ള ക്ലാസ് ചെയ്തു, അതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തു, പിന്നെ ഓർഡൈൻ മിനിസ്റ്ററിന്റെ ക്ലാസ് ചെയ്തു, അതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തു, പരീക്ഷകൾ പാസ്സാക്കി, ഇന്റർവ്യൂ പാസ്സായി. അങ്ങനെ ഞാൻ 3 വർഷം കൊണ്ട് എനിക്ക് ആ ഓർഡിനേഷൻ കിട്ടാനായിട്ട് ഞാൻ വളരെ ത്യാഗപൂർവം ചെയ്ത് അതെല്ലാം ഞാൻ പ്രാപിച്ചു. എങ്കിലും പിന്നെ ഞാൻ നോക്കിപ്പോടാ താണ്ടെ ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തില് ഞാൻ വളരെ ഫെയിലായി കിടക്കുന്ന ഒരു വ്യക്തി. സെൽഫ് കൺട്രോൾ ഏത് കാര്യത്തിലാണ്? എൻ്റെ നാക്കും കൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിലും ഞാൻ കഴിക്കുന്ന കാര്യത്തിലും എനിക്കൊരു സെൽഫ് കൺട്രോൾ ഇല്ല. അതെന്നെ വളരെ ദുഃഖിപ്പിച്ചു. പല ടെസ്റ്റിലും ഞാൻ ഫെയിലായി. എന്നെ വീഴ്ത്താനായിട്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ 1-2 പേരെ പിശാച് അഭിഷേകം ചെയ്തിട്ടുണ്ട്. എൻ്റെ വേസ്റ്റ് ബിഹേവിയർ പുറത്തു കൊണ്ടുവരാനായിട്ട് അവരെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഫാമിലി തന്നെ ഉണ്ട്. എനിക്ക് പുറത്തെങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ആളുണ്ട്. എൻ്റെ കോപം, എന്നെ ഇങ്ങനെ ക്രോധം പിടിപ്പിക്കാൻ, എൻ്റെ വേസ്റ്റ് പുറത്തു കൊണ്ടുവരാൻ കുറച്ച് പേരെ ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ റാണി തന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കർത്താവെ 7 വയസ്സായപ്പോ തൊട്ട് തുടങ്ങിയതായി പൈശാചിക പോരാട്ടം, ഇതെന്നെ വിട്ടു മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ ഓർത്തുപോയി. 30 വർഷത്തിന് മുമ്പാ ഞങ്ങൾ ഇവിടെ പോകുന്ന സഭയില് അവിടെ ടാരി മീറ്റിംഗ് നടക്കുന്നു, ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുന്നു, എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു. കർത്താവ് എനിക്കിത് കഴിയുന്നില്ലല്ലോ എന്ന് ഞാൻ വളരെ ദുഃഖിച്ചു. അന്നേരം പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചൊരു കാര്യമാണ്, നീ ഈ നാക്കും കൊണ്ട് തന്നെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, പക്ഷെ ഈ നാക്കും കൊണ്ട് തന്നെ അല്ലയോ നീ കൂടുതലും പാപം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിയാ കർത്താവേ. ഞാൻ വീട്ടില് എപ്പോഴും സിബ്ലിംഗ് റൈവൽറി ആയിരുന്നു വീട്ടില്. ആങ്ങളെ അടിക്കും, ഞാൻ വായി കൊണ്ട് അടിക്കും. അങ്ങനെ ഒരു സമാധാനമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ വളരുന്ന സമയത്ത് പപ്പ മിഡിൽ ഈസ്റ്റിൽ ഒരു ജോലി എടുത്തു പോയി, അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം സഹോദരൻ പിന്നെ വീട്ടിലെ അപ്പനായി. ഓഹോ, ഭയങ്കര പോരായിരുന്നു വീട്ടില്. അപ്പോൾ എന്റെയും സ്വഭാവദൂഷ്യമുണ്ട്, പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പം മറ്റുള്ളവരുടെ കുറ്റമാണ്, അതുകൊണ്ടാണ് നമ്മൾ വായും കൊണ്ട് അടിക്കുന്നത്. അപ്പം എനിവേ, ഈ കാര്യങ്ങളെല്ലാം കർത്താവ് എന്നെ ഓർപ്പിച്ച് ഞാൻ സഭയുടെ ഒരു പ്രെയർ മീറ്റിങ്ങിൽ ഞാൻ എഴുന്നേറ്റ് അത് കൺഫ്യസ് ചെയ്തു. കർത്താവെ, ഞാൻ ഈ നാക്കും കൊണ്ടാണ് കൂടുതൽ പാപം ചെയ്തത്, ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ അതിനുശേഷം എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ചതിന് ശേഷമാണ് കർത്താവ് എന്നെ ഹല്ലേലൂയ ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കുകയും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിപ്പാൻ, അതോടുകൂടി ദൈവശക്തി എന്നിൽ വരികയും സുവിശേഷം പറയാനുള്ള ആ ബോൾഡ്നെസ് കർത്താവ് എനിക്ക് തന്നു. മറ്റൊരു കാര്യം ഞാൻ നോക്കിയപ്പോൾ, ഞാൻ തന്നെ ഈ നഴ്സിംഗ് എൻ്റെ പ്രൊഫഷനിൽ 12 വർഷം ഒരു ഡയബറ്റിക് എഡ്യൂക്കേറ്റർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മറ്റുള്ളവരെ ഞാൻ എങ്ങനെയാണ് ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആഹാരം ഇങ്ങനെ കഴിക്കണം, പ്ലേറ്റ് ഒരു 9 ഇഞ്ച് പ്ലേറ്റ് ആയിരിക്കണം, അതിൽ പ്രോട്ടീൻ ഇത്രയും വേണം, കാർബോഹൈഡ്രേറ്റ് ഇത്രയും വേണം. ഇതെല്ലാം ഞാൻ അവരെ പഠിപ്പിക്കുക. പക്ഷെ എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ ഇത് ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് തന്നെ ആഹാരം കാണുമ്പോൾ ഒരു സെൽഫ് കൺട്രോൾ ഇല്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ കഴിക്കുക. പിന്നെ സ്നാക്ക്, എനിക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്, അതും ആ ഫ്രിഡ്ജിന്റെ സൈസിലുള്ള ഒരു ഫ്രീസറും ഉണ്ട്. പിന്നെ പാൻട്രി നിറയെ ഫുഡാ. പോട്ടെ, ഇത് പലപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഓരോന്ന് കുക്ക് ചെയ്ത് വെച്ച് ചേട്ടാ ഇത് കേടായി പോകുന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇതെല്ലാം എന്റെ വയറ്റിലോട്ട് ഇടുക. കൊടവേറ് ചാടി 20 പൗണ്ട് കൂടി. കർത്താവേ, എനിക്ക് ഫിസിക്കൽ ഹെഡ് നോളേജ് എല്ലാം അറിയാമെങ്കിൽ ഇത് പ്രാക്ടിക്കൽ ആക്കാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവേ, എനിക്കിത് വൈക്കൊരു നിയന്ത്രണം. ഈ 21 ദിവസത്തെ ഉപവാസം ഞാൻ ദൈവമക്കളെ ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു സമയമാണിത്. ഈ ഉപവാസം ഞാൻ വളരെ സീരിയസ്ലി എടുത്ത് എല്ലാ ദിവസവും 2 നേരത്തെ ആഹാരം ഞാൻ വെടിയാനായിട്ട്, എന്തോ വന്നാലും ഭർത്താവിന് വെളിയിൽ പോയി കഴിക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഞാനും ഓർഡർ ചെയ്യും. പിന്നെ എനിക്ക് കളയാൻ വയ്യ, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കും. അങ്ങനെ ഇന്നലെ ഈ കഴിഞ്ഞ 13 ദിവസം വളരെ സെൽഫ് കൺട്രോൾ എക്സർസൈസ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്തോ ഫുഡിന്റെ മുമ്പിൽ വന്നാലും അത് ഞാൻ
കഴിക്കാനായിട്ട് എനിക്ക് ദൈവം എനിക്ക് ആ കൃപ തന്നു. റെസിസ്റ്റ് ചെയ്യാൻ റെസീലിയൻസ് വേണം നമുക്ക്. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാം നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല വയസ്സ് 57 എനിക്ക്. വെയിറ്റ് കൂടിയിട്ട് ദേഹത്തെല്ലാം ഇൻഫ്ലമേഷൻ കാരണം എനിക്ക് ഓരോരോ രോഗങ്ങൾ തുടങ്ങി. ഈ രോഗങ്ങൾക്ക് ഞാൻ ഒരു മരുന്നേലായിരുന്ന വ്യക്തി ഇപ്പൊ എനിക്ക് 4 മരുന്നുണ്ട്. ഇനി ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ പാസ്റ്റർ റാണി പറഞ്ഞതുപോലെ പ്രീ ഡയബറ്റിക്കാ, പിന്നെ ഇനി ഡയബറ്റീസിന്റെ മരുന്ന്, ബ്ലഡ് പ്രഷറിന്റെ മരുന്ന്, പിന്നെ പോട്ടെ ഇനി ഷുഗറിന്റെ മരുന്ന്, കൊളസ്ട്രോളിന്റെ മരുന്ന്, ഇതെല്ലാം ഇനി എനിക്ക് കിട്ടും. എനിക്ക് ഇതിന്റെ എല്ലാം പേര് പറയാൻ, ഞാൻ മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. ഇതെല്ലാം ഇനി എനിക്ക് ഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഉപവാസത്തിൽ കർത്താവേ എനിക്ക് സെൽഫ് കൺട്രോൾ തരണമേ അതാണ് എന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേറെ ഒരു കാര്യം, നമ്മളെ ഇങ്ങനെ വീട്ടിലുള്ളവർ തന്നെ നമ്മളെ ഇങ്ങനെ സ്റ്റേറപ്പ് ചെയ്യുമ്പോൾ, അപ്പൊ പാസ്റ്റർ റാണി പറഞ്ഞ ഒരു വേർഡ് ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പാസ്റ്റർ റാണിക്ക് ടെക്സ്റ്റ് ചെയ്ത് വളരെ വളരെ ശോധന കൂടെ ഞാൻ പോകുക. അപ്പോൾ എനിക്ക് പാസ്റ്റർ റാണി പറഞ്ഞൊരു വേർഡ്, ഇതെല്ലാം കല്ലി ബല്ലി, ഇതെല്ലാം വിട്ടുകള. ഇങ്ങനെയുള്ള മനുഷ്യരോടൊന്നും വർത്താനം പറയാൻ പോകണ്ട. കല്ലി ബല്ലി വിട്ടുകള. ഡോണ്ട് ഗോ ടു ആർഗ്യൂ. എന്നിട്ട് ചൂയിങ്കം ഇട്ട് ഇങ്ങനെ വർത്താനം പറയാൻ വരുമ്പോ കൺട്രോൾ ചെയ് എന്ന് അതെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Psalms 39:1, I said, I will take heed to my way, that I sin not with my tongue. I will keep my mouth with a bridle while wicked is before me. ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ സിപ്പ് ചെയ്യാനാണ് കർത്താവ് സങ്കീർത്തനം 39 പറയുന്നത്. Proverbs 11:12, ഈ മാസം മൊത്തം ഞാൻ എല്ലാ ദിവസവും യോബിന്റെ പുസ്തകം വായിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രോവേർബ്സും വായിക്കും. അപ്പൊ ഇന്ന് 13th ആണല്ലോ, അപ്പൊ Proverbs 13 ആണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. അപ്പം ഇന്നലെ 2 ദിവസം മുമ്പേ Proverbs 11:12 പറയുന്നു, whoever belittles his neighbor lacks sense. പലരും നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാക്ക് പറയാൻ അങ്ങ് തോന്നും. അപ്പൊ ഇവിടെ പറയാം, whoever belittles his neighbor lacks sense. മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയും തരം താഴ്ത്തി പറയുമ്പോൾ നമുക്ക് സെൻസ് ഇല്ല എന്നാ ബൈബിൾ പറയുന്നത്. but a man of understanding remains silent. NIV പറയുക, one who has understanding hold their tongue. He who is devoid of wisdom despises neighbor, but a man of understanding holds his peace. മിണ്ടാതിരിക്കുന്ന ഒരു നല്ല സ്വഭാവമാണ്. അതെനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അതാണ് പ്രാർത്ഥന. എന്റെ ഹസ്ബൻഡ് വളരെ സെൽഫ് കൺട്രോൾ, ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കത്തില്ല. എന്തോ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യം വന്നാലും മിണ്ടത്തില്ല. കല്ലി ബല്ലി ഒന്നും പറയാനും പോകത്തില്ല. കല്ലി ബല്ലി പറയുന്നവരോട് മറുപടി കൊടുക്കാനും പോകത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമ്മുടെ സമയം കഴിയാറായി. ദൈവം നമുക്ക് വചനത്തിൽ എന്താണ് വാഗ്ദാനങ്ങളെ തന്നേക്കുന്നത്? ഈ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാവേണ്ടത്. അപ്പൊ ആദ്യം നമ്മെ ശത്രു വളരെ അലട്ടുന്നെങ്കിൽ ജെയിംസ് chapter 4:7, submit yourself to God, resist the devil and he will flee from you. Hallelujah. Ephesians chapter 6:16, in all circumstances take up the shield of faith with which you can extinguish all flaming darts of the evil one. പിശാച് നമുക്കെതിരെ അയക്കുന്ന ഓരോ തീയമ്പുകളെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിനെ അണയ്ക്കുന്ന എങ്ങനെയാണ്? ആ വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട് നാം ശത്രുവിനെ ജയിക്കാനാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. 1 Corinthians chapter 10:13, no temptation has overtaken you that is not common to man. എനിക്കിത് പറയാതെ പറ്റത്തില്ല. അങ്ങനെ കർത്താവ് പറയുന്നു, no temptation has overtaken you that is not common to man. God is faithful. He will not let you be tempted beyond your ability, but with the temptation he will also provide a way of escape that you may be able to endure it. കർത്താവായ യേശു സ്നാനമേറ്റ് പിന്നെ 40 ദിവസത്തേക്ക് മരുഭൂമിയിൽ പോകുന്നു. അവിടെ ഹീസ് ടെംപ്റ്റഡ് ബൈ സേറ്റൻ. 3 ടെംപ്റ്റേഷൻ ആണ് കർത്താവ് ഫേസ് ചെയ്യുന്നത്. ആ ടെംപ്റ്റേഷൻ തന്നെ നമുക്ക് ആദ്യത്തെ ടെംപ്റ്റേഷൻ എന്തുവാ? ലസ്റ്റ് ഓഫ് ഫ്ലഷ്. കല്ല് എടുത്ത് വിശന്നിരിക്കുവല്ലേ, നീ കല്ലെടുത്തങ്ങ് അപ്പമാക്ക്. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? വചനം എടുത്താണ് കർത്താവ് സാത്താനോട് ജയിക്കുന്നത്. ഹല്ലേലൂയ. man shall not live by bread alone but by every word that comes from the mouth of God. പിന്നെ lust of eyes, പിന്നെ lust of flesh, lust of eyes, pride of life. ഈ 3 ഏരിയയിലാണ് യേശുവിനെ തോൽപ്പിക്കാൻ പിശാച് നോക്കിയത്. ആ ടെംപ്റ്റേഷനാ നമുക്കും. യേശു എങ്ങനെയാണ് ഈ ടെംപ്റ്റേഷൻസിനെ ഫേസ് ചെയ്തത് അത് നിങ്ങൾക്ക് വായിക്കാം. വചനം എടുത്താണ് ഈ ടെംപ്റ്റേഷൻസിനെ യേശു ജയിക്കുന്നത്. അപ്പൊ നമ്മൾ വചനം വായിച്ചില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാകും ഈ വാഗ്ദാനങ്ങൾ? വചനം വായിക്കുന്നവർക്കാണ് വാഗ്ദാനങ്ങൾ ദൈവം ആ സമയത്ത് ഓർമ്മയിൽ കൊണ്ടുവരും. ആ വചനമാകുന്ന വാളെടുത്ത് നമ്മൾ സാത്താൻ കൊണ്ടുവരുന്ന ടെംപ്റ്റേഷൻസിനെ ജയിക്കണം. ദൈവത്തിന് സ്തോത്രം. Galatians chapter 5:16, but I say walk by the spirit and you will not gratify desires of the flesh. Hallelujah.
ഫിലിപ്പിയൻസ് 4:5-7. ആങ്സൈറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു എനിക്ക്. ഞാനിങ്ങനെ ആങ്സൈറ്റി വരുമ്പോൾ ഇങ്ങനെ തലമുടി ഇങ്ങനെ പിരിക്കും. പഠിക്കുന്ന സമയത്തെല്ലാം പഠിക്കുമ്പോൾ കർത്താവെ പരീക്ഷകളെല്ലാം എനിക്ക് ജയിച്ചേ മതിയാവും. ജയിക്കുന്ന മാത്രമല്ല ക്ലാസ്സിൽ ഒന്നാമതായിട്ട് ജയിക്കണം, അല്ലേ ആദ്യത്തെ 3 പേരിൽ ഒന്നായിരിക്കണം. അതിനുവേണ്ടി ഞാൻ രാവും പകലും നിന്നും ഓടിയും ഇരുന്നും കിടന്നും ഒക്കെ പഠിക്കും. അപ്പോഴെല്ലാം ഇങ്ങനെ തലമുടി പിരിക്കും. ആങ്സൈറ്റി. അപ്പൊ ഞാൻ ഈ സൈക്കോളജിസ്റ്റിനെ, ഒരു സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു സാറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആങ്സൈറ്റി. അവർ പറഞ്ഞു നിനക്ക് ഇത്ര ആങ്സൈറ്റി ആയിരുന്നു, നീ കല്യാണം കഴിച്ച് നിനക്ക് പിള്ളേരായി കഴിയുമ്പോൾ പിന്നെ അവരുടെ പഠിത്തത്തെ പറ്റിയും നീ ആങ്സൈറ്റി കൊണ്ട് നീ നിറയുമെന്ന് പറഞ്ഞു. എനിഹൗ, ഈ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:5-7 അത് നമ്മൾ അതിന്റെ മുന്നിലത്തെ വാക്യം കൂടെ കമ്പൈൻ ചെയ്ത് വായിക്കുമ്പോൾ, ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്, therefore do not be anxious about anything, but in everything by prayer and supplication with thanksgiving let your requests be made known to God, and peace of God which surpass all understanding will guard your heart and your mind in Christ Jesus. Hallelujah. ഇതൊരു ആങ്സൈറ്റിയുടെ ഒരു മെഡിക്കേഷൻ ആണ് എനിക്ക്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:5-7 എപ്പോഴും ഞാൻ പറയും ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്, therefore be anxious for nothing, in everything with prayer and supplication. പലപ്പോഴും ഞാൻ രാവിലെ എണ്ണിക്കുമ്പോൾ വയറുകത്തലോടുകൂടി എണ്ണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ വചനം, ഞാൻ ഈ വചനം എന്റെ ഓർമ്മയിൽ വരും. ഞാൻ ഇന്ന് ഭയപ്പെടുകയില്ല, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. പ്രാർത്ഥനയാൽ ഞാൻ എല്ലാം ദൈവത്തോട് എന്റെ ആവശ്യങ്ങളെ അറിയിക്കും, കർത്താവ് എനിക്ക് ദിവ്യ സമാധാനം തരും. അപ്പോഴേ ഞാൻ ഫൈൻ. പിന്നെ ഞാൻ ബെഡിൽ നിന്ന് എണ്ണിച്ച് ഒന്നും കൊണ്ടും ഞാൻ പേടിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 2 Peter 1:8 പറയുന്നു, if these qualities are yours and are increasing, they will keep you from being ineffective or unfruitful in the knowledge of Lord Jesus Christ. Hallelujah. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഫ്രൂട്ട്ഫുൾ പ്രൊഡക്റ്റീവ് മിനിസ്ട്രി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കസിന് വരുന്ന കുഴപ്പം എന്തുവാ? കാരണം ഈ എപ്പോഴും സ്വഭാവ ദൂഷ്യങ്ങളിൽ വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മെ തന്നെ നമ്മൾ കണ്ടം ചെയ്യുവല്ല, ഈ വാഗ്ദാനങ്ങളെ ഉറുകെ പിടിച്ചുകൊണ്ട് ഇല്ല ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ജഡത്തെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കും, ആത്മീയ വളർച്ച എനിക്ക് വരണം എന്ന ആഗ്രഹത്തോട് കൂടി നാം ഫൈറ്റ് ചെയ്യണം എല്ലാ ദിവസവും. ഹാലേലിയ. ദൈവത്തിന് സ്തോത്രം. ഹാലേലിയ. ഈ 7 ക്വാളിറ്റി എല്ലാം നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് ഇത് പ്രാപിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ക്രിസ്ത്യൻ എക്സ്പീരിയൻസ് ഷുഡ് നെവർ റിമെയിൻ സ്റ്റാഗ്നന്റ്. ഇൻ ഫാക്ട് ഇറ്റ് കുഡ് ബി സെഡ്, ഇഫ് എ പേഴ്സൺ ഇസ് നോട്ട് ഗ്രോയിങ് ഇൻ ഫെയ്ത്ത്, ഹി ഈസ് വിതറിങ് ആൻഡ് ഡൈയിങ് സ്പിരിച്വലി. ഈ സ്വഭാവങ്ങൾ നമ്മൾ വരുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയമായി മുരടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹാലേലിയ. അപ്പോൾ വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ ക്യാരക്ടറും കർത്താവുമായിട്ടുള്ള അഭേർത്ത ബന്ധം, ആ കമ്പാനിയൻഷിപ്പിൽ നമ്മൾ ഇങ്ങനെ ഗ്രോ ചെയ്യണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഈ കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഈ തീപ്പന്തം കത്തുന്നിടത്ത് കൂടെ ഇരുന്നാലേ നമ്മളും കൂടെ ആളി കത്തത്തുള്ളൂ. ഹല്ലേലൂയ. വി ഹാവ് ടു ഫാൻ ഇൻടു ഫ്ലെയിം. ദൈവം എനിക്ക് ഓരോ ഗിഫ്റ്റും എല്ലാം തന്നിട്ടുണ്ട്. ഇതിനെ എല്ലാം ഞാൻ ഇങ്ങനെ ഊതി ഇതിനെ ഞാൻ വലുതാക്കി എടുക്കണം. ഇതിനെ ഫാൻ ഇൻടു ഫ്ലെയിം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം നാം ചെയ്യണം. കർത്താവിന് സ്തോത്രം. 10ാമത്തെ വാക്യം, therefore brothers, be all the more diligent to confirm your calling and election, for if you practice these qualities you will never fall. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഹല്ലേലൂയ. നാം ഡെയിലി ശ്രമിക്കണം. ഹല്ലേലൂയ. എന്റെ കോളിംഗ് എന്താ? എന്റെ ഇലക്ഷൻ എന്താ? ഞാൻ ഈ വേണ്ടാത്ത മനുഷ്യരോട് ആവശ്യമില്ലാത്ത സംസാരം ചെയ്ത് എന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തണോ? കല്ലി ബല്ലി എല്ലാം വിട്ടുകളാ. നമുക്കൊരു ഹയർ കോളിംഗ് ഉണ്ട്. ദൈവം നമ്മളെ ഒരു പ്രത്യേക മിഷന് വേണ്ടി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നാം സമർപ്പിക്കണം. ഹല്ലേലൂയ. ഈ നിസാരമായ കാര്യങ്ങൾ, കുറച്ച് ഫുഡിന് വേണ്ടി നമ്മുടെ കൃപ കളയരുത്. ഹല്ലേലൂയ. കുറെ വിവരമില്ലാത്ത മനുഷ്യരോട്, ഫൂളിഷ് മനുഷ്യരോട് നമ്മൾ തർക്കിക്കാൻ പോകണ്ട. ഇതെല്ലാം വിട്ടുകളാ. ലെറ്റ് us grow. Hallelujah. Our faith and salvation must not be taken for granted. We must continue to persevere in our faith, grow in our relationship with God by diligently developing godly character traits, which is only possible as we grow closer to Christ and rely on Holy Spirit. We will show we are truly God's people. Hallelujah. നാം ഇന്ന് ഞാൻ
രക്ഷയിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ 3 വർഷമായി ഞങ്ങളുടെ സഭയുടെ ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ താമസിക്കുക. താൻ കഴിഞ്ഞ ദിവസം വളരെ ഡിപ്രസ്ഡ് ആയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വിട്ടുപോകുക, ക്രിസ്ത്യാനികളും ലോകത്തിലെ ആൾക്കാരും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. ആ മനുഷ്യൻ വളരെ ദുഃഖിതനായി. കാരണം ഇന്ന് പല വിശ്വാസികളും അവരും സാധാരണ ലോകക്കാരുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല അവരുടെ. പക്ഷെ നാം അങ്ങനെ ആയിരിക്കരുത്. നാം ദൈവത്തിന്റെ മക്കളാണ്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് അത് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരിക്കണം. ഹല്ലേലൂയ. God is calling us to a life of obedience and holiness. Verse 11 പറയുന്നു, in this way, for in this way there will be richly provided for you an entrance into eternal kingdom of our Lord and Savior Jesus Christ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്ന ഞങ്ങളങ്ങ് ചെല്ലും, പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ ഒരുപാട് പേര് ഇവിടെ വിട്ടുപോകും. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ ഇവിടെ വിട്ടുപോകും. അവർക്ക് വളരെ സർപ്രൈസ് ആയിരിക്കും. ഹല്ലേലൂയ, ഇതെന്ത് സംഭവിച്ചു? ഈ 10 കന്യകമാരിൽ 10 പേരും കന്യകമാരായിരുന്നു. പക്ഷെ 5 പേർക്കേ പോകാൻ പറ്റുള്ളൂ. ബാക്കി 5 പേര് ഫേക്ക് ക്രിസ്ത്യൻസ് ആയിരുന്നു. അവര് നടിക്കുമായിരുന്നു അവർ ക്രിസ്ത്യൻ ആണെന്ന്. പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ അന്നേരം അത് വെളിപ്പെട്ടു. ആരാണ് ട്രൂ ഫോളോവേഴ്സ്, ആരാണ് ഫേക്ക് ക്രിസ്ത്യൻസ്, അന്നേരം വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ആദ്യമേ നാം കൺഫേം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? ഇന്ന് പലരും ഒരു ഓർഡർ കോൾ കൊടുക്കുമ്പോൾ മുമ്പോട്ട് പോവാ, ശരിക്കും എൻ്റെ ഉള്ളത്തിൽ ഒരു മാനസാന്തരം വന്നോ? ഞാൻ പാപിയാന്നുള്ള ബോധം എനിക്ക് വന്നോ? കർത്താവിനെ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചോ? ആ നിത്യജീവൻ ഞാൻ അത് സ്വീകരിച്ചോ? നാം ഒന്ന് നമ്മളെ തന്നെ അസസ് ചെയ്യണം. ഈസ് മൈ സാൽവേഷൻ റിയലി ട്രൂ? എന്നിട്ട് എല്ലാ ദിവസവും ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം എഴുതിയിടണം. ഇപ്പം ഇത്രയും പ്രായമായപ്പം പല വചനം എനിക്കോട്ട് ഓർമ്മ വരുന്നില്ല. അപ്പോൾ എഴുതിയിട്ട് നമ്മളൊരു പ്രാക്ടീസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ, അത് പാസ്റ്ററാണി നേരത്തെ പറഞ്ഞതാ, വചനം എഴുതിയിടുക. എല്ലാ ദിവസവും ഒരു വചനം കാണാപ്പാഠം പഠിക്കുക. എന്നിട്ട് അഭിഷേകം പ്രാപിച്ചിട്ടല്ല എങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്യന്ത ശക്തി പ്രാപിക്കുവാനായി കൃപാവരങ്ങള്, ഒരു കൃപാവരം മാത്രമല്ല, നമ്മൾ എപ്പോഴും ഈ അന്യഭാഷ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല, 9 കൃപാവരമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളേജ്, ഡിസേൺമെന്റ്, പിന്നെ സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, പ്രോഫസി, ഫെയ്ത്ത്, ഹീലിംഗ്, മിറക്കിൾ, ഈ 9 കൃപാവരവും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനു മുമ്പേ നമുക്ക് ഹല്ലേലൂയ ആത്മാവിന്റെ ഫലം ആവശ്യമാണ്. ഈ ആത്മാവിന്റെ ഫലം നമ്മളിൽ വന്നു കഴിയുമ്പോഴേ ഉള്ളൂ ഈ ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൃപ ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നിട്ടുള്ള, നാം ഓരോരുത്തർക്കും ദൈവം ഓരോ ഗിഫ്റ്റ് ആൻഡ് ടാലന്റ് തന്നിട്ടുണ്ട്. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ടാലന്റ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീച്ച്, കർത്താവെ ഇന്ന് നിന്നെ പ്രീതിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ, എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് എക്സർസൈസ് ചെയ്യാൻ നീ എന്നെ സഹായിക്കണം, എനിക്ക് അവസരം തരണമേ. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിന്റെ ആ ദിവ്യ സ്വഭാവത്തോടു കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ആ ദിവ്യ സ്വഭാവം നമ്മളിൽ വരേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ ആ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ അവസരം തന്ന പാസ്റ്റർ റാണിക്കായി സ്തോത്രം. എല്ലാ ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഞാൻ വളരെ സ്നേഹിക്കുകയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സിസ്റ്റർ ആലിസ്, പാസ്റ്റർ ആലിസ്, പാസ്റ്റർ മിനി, എല്ലാവരുടെയും ആ വചനം ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുന്നു. പ്രത്യേകിച്ചും പാസ്റ്റർ സോമൻ, എല്ലാവരെയും ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. താങ്ക് യു. യേശുവിന്റെ നാമത്തിൽ നന്ദി, സ്തോത്രം. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അനേക പാസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ യാത്രയിൽ. പക്ഷേ എപ്പോൾ ഞാൻ പാസ്റ്ററായോ അപ്പോഴും 99.9% പാസ്റ്റേഴ്സും എന്നെ വിട്ടുപോയി. സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത്. 5 വൻകരകളിലുമുള്ള അനേക ദേവദാസികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പാസ്റ്റർ റേച്ചൽ മാത്രമേ ഒരാളെ ഇപ്പം ഉള്ളൂ എൻ്റെ കൂടെ. സ്തോത്രം. അപ്പോൾ അവർ സ്പെഷ്യലാണ്. ഹല്ലേലൂയ. അവർ തീർച്ചയായിട്ടും ആ കർത്താവ് കണ്ടൊരു പാത്രമാണ് എൻ്റെ ടൈമിൽ. അപ്പോഴും പാസ്റ്റർ റേച്ചലിൻ്റെ ടെസ്റ്റിമണി നമ്മൾ എടുത്തായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്, 1 വർഷം മുമ്പ്. ഓക്കെ, വാട്ട് എവർ ദ ടൈം. ആ സമയത്ത് എൻ്റെ ഫോൺ നമ്പർ യൂട്യൂബിലുണ്ടായിരുന്നു. നവംബർ 2025 യെസ്, 1.5 വർഷം മുമ്പ്. ഓക്കെ, അന്ന് എന്നെ പേടിപ്പിക്കുന്ന ഭയങ്കര ഒരു ലിസ്റ്റിൽ ഒരു മെസ്സേജ് എനിക്ക് വന്നു. ഇമ്മീഡിയറ്റ്ലി ഈ മെസ്സേജ് കണ്ട ഉടനെ അവളുടെ ടെസ്റ്റിമണി നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു നഷ്ടമായിരിക്കും വരുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിച്ചുകൊണ്ട് മെസ്സേജ് വന്നു. ആൻഡ് ഐ വാസ് ഷോക്ക്.
അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആണാണോ പെണ്ണാണോ ഒന്നും ഹിസ്റ്ററി ഇല്ല. ഞാൻ ചോദിച്ചു ഹൂ ആർ യു എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഐ ആം, പിന്നെ എന്നോട് പറഞ്ഞില്ല. പിന്നെ എനിക്ക് റിലേഷൻ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിത് മനസ്സിലായില്ല ആരാണെന്ന്. പിന്നെ ഞാൻ പാസ്റ്റർ റീച്ചലിനോട് അത് പറഞ്ഞില്ല. കാരണം പുള്ളിക്കാരത്തി അത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വിഷമം അറിയുമ്പോൾ, ഫാമിലിയിൽ നിന്ന് തന്നെ ഒരാളാണോ എന്ന് അറിയുമ്പം ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ വീണ്ടും എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങൾ എന്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഒരു കാരണമുണ്ടായി. അതുകൊണ്ട് ഞാൻ 3-ാമത്തെ ദിവസമാണ് പാസ്റ്റർ റേച്ചലിനെ വിളിക്കുന്നത്. മെസ്സേജ് അയച്ചു, ഈ ഫോൺ നമ്പർ നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു മൈ ഓൺ ബ്രദർ ആണോ, ഓൺ ബ്രദർ ആണെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ എങ്ങനെയുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. കാരണം ചൈൽഡ്ഹുഡിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നതൊക്കെ. ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞത് പുള്ളിക്കാരന്, എന്റെ സിസ്റ്റർ, മൈ ഓൺ സിസ്റ്റർ, റേച്ചൽ സിസ്റ്ററിനെ അറിയാം, മറ്റേ റേച്ചൽ മാത്യുവിനെ അറിയാം. എന്റെ മൈ ഓൺ സിസ്റ്ററിന്റെ വീടിനടുത്താണ് റേച്ചൽ മാത്യു ഇരിക്കുന്നത്. ആ പുള്ളിക്കാരത്തി ഇതുപോലെ എനിക്ക് അഗെയിൻസ്റ്റ് ആയി യൂട്യൂബിൽ കയറി ഇവളെ കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് എന്നെ വിളിക്കുന്നു പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ ഇട്ടു. ഭയങ്കര പ്രശ്നമായി 2.5 മാസം മുമ്പ്. ഫുൾ അഗെയിൻസ്റ്റ് ആയി, എല്ലാവരും എനിക്ക് അഗെയിൻസ്റ്റ് ആയിരിക്കാം ഇപ്പം. അപ്പോഴേ ഈ മെസ്സേജ് വളരെ നമ്മുടെ ഫെയ്ത്തിനെ ഷെയ്ക്ക് ചെയ്യുന്ന പ്രശ്നങ്ങൾ വന്നാലേ നമ്മുടെ ഫെയ്ത്ത് യോബിന്റെ ജീവിതത്തെ പോലെ നിൽക്കുമോ എന്നറിയാം. ഇത് പഠിപ്പിക്കുന്ന ആകെ ഒരാൾ റാണി പാസ്റ്റർ മാത്രമേ ഉള്ളൂ ഫുൾ കേരളത്തിൽ. സ്തോത്രം. ഞാൻ വളരെ ഗഡ്സോടുകൂടി പറയാണ്. കാരണം അത് പറയുന്നത് കൊണ്ടാണ് എന്നെ ആർക്കും ഇഷ്ടമില്ലാതെ വന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന ഭയങ്കരമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു മെസ്സേജിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മളെ രക്ഷിച്ചപ്പോൾ ഒരു തൈ പോലെ പുതിയ ജീവിതം നമുക്ക് നൽകി, ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മൾ വളരണം. എങ്ങനെയാണ്? വിശ്വാസത്തിൽ സൽഗുണം ചേർക്കണം, സൽഗുണത്തിൽ ജ്ഞാനം ചേർക്കണം, ജ്ഞാനത്തിൽ ആത്മീയ നിയന്ത്രണം ചേർക്കണം, ആത്മീയ നിയന്ത്രണത്തിൽ സഹിഷ്ണുത ചേർക്കണം, സഹിഷ്ണുതയിൽ ഭക്തി ചേർക്കണം, ഭക്തിയിൽ സഹോദര സ്നേഹം ചേർക്കണം. ഇങ്ങനെ സഹോദര സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ സ്നേഹം ചേർക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിനകത്തൊരു ആത്മീയ ഫലം ഉണ്ടാകും. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരാളൊരു മരം നട്ടെന്ന് വെച്ചു, ഒരു ചെടി നട്ടെന്ന് വെച്ചു, ഒരു മാവിന്റെ തൈ വാങ്ങി വീട്ടിൽ നട്ടെന്ന് വെച്ചു. ആ തൈ നട്ടത് രക്ഷ ലഭിച്ചതുപോലെയാ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇനി വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, അതിനെ പരിപാലിക്കണം. ഇത് 3ഉം ചെയ്തില്ലെങ്കിൽ ഈ ചെടി വളരുവോ? വളരത്തുമില്ല, കായ്ക്കത്തുമില്ല. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ചെടിയെ നോക്കിക്കൊണ്ട് പറയും അവൾക്ക് എല്ലാ കൃപാവരമുണ്ട്, അവൾക്ക് ആത്മീയ വർധനയുണ്ട്, അവൾക്ക് എല്ലാം ഉണ്ട്, ഞാനൊന്നുമില്ല, ഞാൻ പുഴുവാ, ഞാൻ അട്ടയാ, ഞാൻ പൊടിയാന്നും പറഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എവിടെയും പോയിരുന്ന് പ്രെയർ റിക്വസ്റ്റും പറഞ്ഞുകൊണ്ട്. പക്ഷേ എല്ലാ ദിവസവും നീ ശ്രദ്ധിച്ചാല് ആദ്യം അതിന്റെ വേര് വളരും, പിന്നെ അതിന്റെ തണ്ട് വളരും, പിന്നെ അതിന്റെ ശാഖകൾ വളരും, പിന്നെ അതിനകത്ത് പൂ വരും, പിന്നെ അതിനകത്ത് മാമ്പഴം വരും. അപ്പോഴ് അതിന്റെ ഫലം നിനക്കും ആസ്വദിക്കാം, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ദൈവം നമ്മെ രക്ഷിച്ചത് ഒരു തൈ പോലെയാണ്. അതിന്റെ ശേഷം നമ്മൾ വളരണം. ഇതിന്റെ കണ്ടന്റ്, പ്രസംഗത്തിന്റെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാല്, ദൈവം നമ്മെ രക്ഷിച്ചത് വെറും സ്വർഗത്തിൽ പോകാനല്ല, യേശുവിനെ പോലെ വളർന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മളെ രക്ഷിച്ച എന്തിനാണ്? വെറുതെ സ്വർഗത്തിൽ പോകാൻ മാത്രമാണോ? അല്ലെങ്കിൽ കിരീടങ്ങളെ കുറിച്ച് പറയണ്ടായിരുന്നല്ലോ, മഹാപ്രതിഫലത്തെ കുറിച്ച് പറയണ്ടായിരുന്നല്ലോ, അപ്പൊ ഇതില് അധികം ശ്രമിപ്പാൻ പറയണ്ടായിരുന്നല്ലോ, ഹല്ലേലൂയ, ഉറപ്പാക്കാൻ പറയണ്ടായിരുന്നല്ലോ. വിളിയും തെരഞ്ഞെടുപ്പും, എല്ലാവർക്കും വിളിയും തെരഞ്ഞെടുപ്പും ഉണ്ട്. ആർക്ക് പറയാൻ പറ്റും പാസ്റ്റർ റാണിക്ക് മാത്രമേ ഉള്ളൂ വിളിയും തെരഞ്ഞെടുപ്പും എന്ന്? നിങ്ങളെ എന്താണ് സൽഗുണങ്ങളെ ഘോഷിക്കാൻ എല്ലാവരെയും വിളിച്ചിരിക്കുകയല്ലേ? എല്ലാവരെയും രാജകീയ പുരോഹിതമാക്കിയ വർഗമാക്കിയില്ലേ? എല്ലാവരും രാജകീയ പുരോഹിത വർഗമായില്ലേ? ഇനി അപ്പന്റെ വേലയിൽ ആഴ്ന്നിറങ്ങണം. ആമേ. സോ നമ്മളെല്ലാവരും, ദൈവം നമ്മളെ രക്ഷിച്ചത് വെറുതെ നമ്മൾ ഒരു സ്വർഗത്തിൽ പോകാനല്ല, യേശുവിനെ പോലെ വളർന്ന് മറ്റുള്ളവരെയൊക്കെ ഒരു അനുഗ്രഹമാകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുപോലെ തന്നെ തൈ നട്ടത് മാത്രം പോരാ, അതിന് ഫലം കായ്ക്കണം. അതുപോലെ രക്ഷ ലഭിച്ചത് മാത്രം പോരാ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ